ഇൻസ്റ്റാഗ്രാമിൽ റീൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് വരെ ഒരാൾക്കും ഇന്ത്യയുടെ IIT-കളിൽ പ്രവേശനം സാധ്യമായിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാൾക്കും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോ ജിപ്മറിലോ FMCയിലോ MBBS പ്രവേശനം സാധ്യമായിട്ടില്ല. വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒഴുക്ക്, ആ ഒഴുക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഏജൻസികളുമുള്ള ഈ നാട്ടിൽ നിങ്ങൾ പറയൂ വിഷയം ഏതാണെന്ന്. ആ വിഷയം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കുവാനുള്ള ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട് എന്ന് ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രക്ഷാകർത്തൃത്വം, രക്ഷ ചെയ്യുക, കുട്ടികളുടെ രക്ഷ ചെയ്യുക എന്ന രക്ഷാകർത്താവിൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ ഒരു രക്ഷാകർത്താവിൻ്റെ വിജയമാണ് ആ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ലഭിക്കുന്ന പ്രവേശനം. എനിക്ക് നേടിയെടുക്കാനുള്ളത് മുന്നിലുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ളവനെ കീഴടക്കാൻ പ്രയാസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ച് സ്നേഹം ചേർത്ത് വിളമ്പുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ ഇന്ത്യയിൽ 3 കോടിയുണ്ട്. എൻ്റെ കുട്ടികൾക്ക് പകർന്നു നൽകി പ്രയോജനം സിദ്ധിക്കാത്തതൊന്നും ഞാൻ മറ്റുള്ളവരോട് ഉപദേശിക്കാറില്ല. രക്ഷാകർത്തൃത്വം, രക്ഷ ചെയ്യുക, കുട്ടികളുടെ രക്ഷ ചെയ്യുക എന്ന രക്ഷാകർത്താവിൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ ഒരു രക്ഷാകർത്താവിൻ്റെ വിജയമാണ് ആ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ലഭിക്കുന്ന പ്രവേശനം. കുട്ടികളെ രക്ഷ ചെയ്യാൻ സാധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ പ്രയോറിറ്റി നടപ്പിലാക്കുവാൻ സാധിക്കുക എന്നിടത്താണ്. എത്രയോ കാലമായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മമാരെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളാണ് മാതൃക, അമ്മയാണ് മാതൃക, അമ്മമാരാണ് മാതൃക. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പവർഫുൾ മനുഷ്യൻ ആരാണ് എന്നാണ്, ഏറ്റവും കരുത്തനായ ആൾ ആരാണ് എന്ന്. ഏതാണ് ഏറ്റവും ശക്തമായ കരങ്ങൾ? ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ പ്രതിഷേധം അല്ലേ? ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ സമരം, ജെന്യൂൻ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരം എവിടെയാണ് നടക്കുന്നത്? അതൊരു സെക്രട്ടേറിയറ്റിന് മുന്നിലുമല്ല, ഒരു കലക്ടറേറ്റിന് മുന്നിലുമല്ല, ഒരു താലൂക്ക് ഓഫീസിൻ്റെ മുന്നിലുമല്ല, ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലുമല്ല, ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ മുന്നിലുമല്ല. പിന്നെ എവിടെയാണ്? ലേബർ റൂമിൽ പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ശക്തമായ പ്രതിഷേധം. 9 മാസവും 9 ദിവസവും ഓട്ടോമാറ്റിക് ഫുഡ്, ഓട്ടോമാറ്റിക് ശ്വാസം, സെൻട്രൽ എയർ കണ്ടീഷൻ, ഇങ്ങനെ സകല സുഖ സൗകര്യങ്ങളോടെ ജീവിച്ചു വന്നിരുന്ന ഒരാളെ ഒരു ദിവസം പൊടുന്നനെ ഒരു ട്രാൻസ്ഫർ ഓർഡർ. ആലപ്പുഴ ജില്ല, അമ്പലപ്പുഴ താലൂക്ക്, ഇന്ന വാർഡിൽ ഇത്ര നമ്പർ വീട്ടിൽ ഇന്ന ആളുടെ മകനായി മകളായി ട്രാൻസ്ഫർ അടിച്ചു. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഒന്നും തോന്നിയില്ല, പക്ഷേ പുതിയ ഡെസ്റ്റിനേഷനിൽ ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് എയർ കണ്ടീഷൻ സെൻട്രലി അല്ല, ഫുഡ് ഓട്ടോമാറ്റിക് അല്ല, ശ്വാസം ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ ആരംഭിച്ചതാണ് ആ പ്രതിഷേധം. ഈ ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ തഴുകിത്തലോടി പുഞ്ചിരികളാക്കി മാറ്റിയ കരങ്ങളേക്കാൾ ശക്തിയുള്ള കരങ്ങൾ ഈ ലോകത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല എവിടെയാണെങ്കിലും അതാരുടേതാണ്? അമ്മമാരുടേതാണ്. പക്ഷേ ആ അമ്മമാർ പലപ്പോഴും ആ ശക്തി ഓർക്കാറുണ്ടോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ അവരോടൊന്ന് സംസാരിക്കണമെന്ന് ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ പലപ്പോഴും അവരെ വളരെ ദുർബലകളായാണ് തോന്നാറുള്ളത്. ആ അമ്മമാരോട് ഞാൻ പറയാറുള്ളത്, ഈ ലോകത്തിലെ എല്ലാ ശരികളുടെയും ഉത്തരവാദികൾ നിങ്ങളാണ്. അതേസമയം തന്നെ ഈ ലോകത്തിലെ തെറ്റുകളുടെയും ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ കരങ്ങൾ, ആ കരുത്ത് വിസ്മരിക്കരുത്. അതുപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റിയുടെ ഉദാഹരണം ഈ ലോകത്തിലെ ഓരോ അമ്മമാരുമാണ്. 8ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും അല്ലെങ്കിൽ ഏജ് 12നും ക്ലാസ് 12നും ഇടയിലുള്ള കുട്ടികളോട്, രക്ഷാകർത്താക്കളോട് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ അമ്മയാണ് ഈ ലോകത്തിലെ മുൻഗണന നൽകുന്നതിലെ ഏറ്റവും മികച്ച ഉദാഹരണം. എന്തുകൊണ്ടെന്നാൽ
മനുഷ്യസാധ്യമായി ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാരണം കൊണ്ടും ഇന്നുവരെ ഒരമ്മയും സ്വന്തം കുഞ്ഞിൻ്റെ പാലൂട്ടൽ 1 സെക്കൻഡ് പോലും വൈകിപ്പിച്ച ചരിത്രം ഒരിടത്തും കാണാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ്. കുഞ്ഞിൻ്റെ പാലൂട്ടൽ പോലെ പ്രയോറിറ്റി 12 വയസ്സിനും 12 ക്ലാസ്സിനും ഇടയിൽ കുഞ്ഞിൻ്റെ പഠനത്തിന് നൽകുവാൻ നമുക്ക് സാധിക്കണം. പാലൂട്ടാൻ നൽകിയ പ്രയോറിറ്റി ഇല്ലേ? എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ പാലൂട്ടലിനെ 1 സെക്കൻഡ് പോലും വൈകിപ്പിക്കുമായിരുന്നോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ പാലൂട്ടലിനെ തടസ്സപ്പെടുത്താത്ത ഒരു കാരണവും ഏജ് 12-നും ക്ലാസ് 12-നും ഇടയിൽ കുട്ടികളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുവാൻ ഇടയാക്കരുത്. ലേണിംഗ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏണിംഗ് എന്ന് ഡോക്ടർ ടി പി ശശികുമാർ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് നാം സ്വീകരിച്ച് നമ്മുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലൈഫ് എന്നതിന് അദ്ദേഹം നൽകിയ ഏറ്റവും മനോഹരമായ ഡെഫിനേഷനുകളിൽ ഒന്നാണ് ലേണിംഗ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏണിംഗ്. ഹലോ, അമ്മമാരാണ് ഏജ് 8-നും 12-നും ഇടയിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള. അത് കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, അവർ കൂടെ മനസ്സിലാക്കണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണ് കുട്ടികളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം അതിനു വേണ്ടി മാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എൻ്റെ 2 കുട്ടികളും സയൻസ് റിസർച്ചിന് പോകാൻ ആഗ്രഹിച്ചത് ഞാൻ അത് ആവശ്യപ്പെട്ടിട്ടേയില്ല. കുട്ടികളിൽ നമുക്ക് ഇമാജിനേഷൻ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരു സുപ്രധാനമായ വാക്കാണ് ഇമാജിനേഷൻ. എന്തുകൊണ്ട് രക്ഷാകർത്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് സ്വീകാര്യമാകാതെ പോകുന്നു? നീഡ് എന്താണെന്ന് അവർക്കറിയില്ല. വൈ ഷുഡ് ഐ ഡു, വൈ ഷുഡ് ഐ ലേൺ എന്ന് കുട്ടിക്ക് ബോധ്യമാകാത്തിടത്ത് ഫ്രിക്ഷൻ ആരംഭിക്കും. ഞാനിത് എന്തിനു ചെയ്യണം എന്ന് അവനറിയില്ലെങ്കിൽ. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇത്രയും മതിയോ? തൃപ്തികരമാണോ? സാറേ, ഇന്നത്തെ സിറ്റുവേഷനിൽ കുട്ടികൾക്ക് ഈ ഡ്രഗ്സിനോടും അതിനോടൊക്കെ ഉണ്ടാകുന്ന അഭിനിവേശം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് എന്ത് മെത്തേഡാണ് ഫലവത്തായിട്ടുള്ളത്? ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത്. കുട്ടികളെ പഠിപ്പിക്കാറുള്ള ഒരു വിജയ മന്ത്രമുണ്ട്, ലാർജസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് എൻ്റെ ആ വിജയമന്ത്രത്തിൻ്റെ പേര്. അതിലെ ഓരോ അക്ഷരങ്ങളും ഓരോരോ കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. L stands for learn to learn. A stands for accept yourself. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചറിയുക. 3ാമത്തെ ലെറ്റർ R is responsible student എന്നതാണ്. ഈ ലോകത്തോട് അവനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്താൻ നമുക്ക് സാധിക്കും. 4 നേരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ച് സ്നേഹം ചേർത്ത് വിളമ്പുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ ഇന്ത്യയിൽ 3 കോടിയുണ്ട്. ശരാശരി വയസ്സ് 65 എടുക്കുകയാണെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിലും 3 കോടിയോളം ഉണ്ടാവും. അതേസമയം 17ാമത്തെ വയസ്സിൽ നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം നീറ്റ് പ്ലസ് JEE പ്ലസ് ക്ലാറ്റ് പ്ലസ് ഐസ്റാപ്റ്റ് ടെസ്റ്റ് പ്ലസ് CUET പ്ലസ് അങ്ങനെ എല്ലാം ചേർത്താൽ 50 ലക്ഷം തികയില്ല. 17 വയസ്സുള്ള കുട്ടികളുടെ എണ്ണം ഇന്ത്യയിൽ 3 കോടി ഉള്ളപ്പോൾ നിർണായകമായ മത്സര പരീക്ഷകളിലേക്ക് പങ്കെടുക്കുന്നവരുടെ 50 ലക്ഷം മാത്രമാണെങ്കിൽ അത് നമ്മളോട് പറയുന്ന ഉത്തരം ഇന്ത്യയിലെ 6-1 കുട്ടികൾക്ക് മാത്രമേ നമ്മുടെ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ഉള്ളൂ എന്നല്ലേ? ഇന്ത്യ ഈസ് നമ്പർ 1 ഇൻ ടേംസ് ഓഫ് യൂത്ത് പോപ്പുലേഷൻ. ഈ നമ്പർ 1 എന്നത് കേവലം ഒരു സ്ഥാനമല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ലോകത്തിന് ആവശ്യമായ 40% ഡോക്ടർമാരെ, സയന്റിസ്റ്റുകളെ, മാനേജ്മെന്റ് പ്രൊഫഷണൽസിനെ, എക്കണോമിസ്റ്റുകളെ, ലോ പ്രൊഫഷണൽസിനെ എന്നിങ്ങനെ സമസ്ത മേഖലകളിലും 40% മാൻ പവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. ആ 40% ഈ ലോകത്തിന് നൽകേണ്ട നാം ആ കുട്ടികളിൽ 6-1 മാത്രമേ പ്രോപ്പർ എഡ്യൂക്കേഷനുള്ള സൗകര്യം ഇന്നും നിലവിലുള്ളൂ എന്നതുകൊണ്ട് ഈ സൗകര്യങ്ങൾ ലഭിക്കാതെ പോയ അവൻ്റെ 5 സഹോദരന്മാരുടെ ഉത്തരവാദിത്വം കൂടി ചുമലിലേറ്റുവാനുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ അവനൊരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അവനിൽ കാണുന്ന ഇമാജിനേഷൻ 2040 അവൻ ആരാണ് എന്ന്. റീസെറ്റ് യുവർ കലണ്ടർ ഫസ്റ്റ്, അതാണ് ആദ്യം പറയുക. റീസെറ്റ് യുവർ കലണ്ടർ ഫസ്റ്റ്. ഒരാഴ്ച മുമ്പ് പത്രങ്ങളെല്ലാം അവർ കലണ്ടർ റീസെറ്റ് ചെയ്തു, 2050 റീസെറ്റ് ചെയ്തു. ഇൻസ്പയർ അത് പുതുമയുള്ള കാര്യമല്ല. കലണ്ടർ 2040 റീസെറ്റ് ചെയ്യും. 2040 നിങ്ങൾ ആരാണ് എന്ന് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്ന അവൻ ജില്ലാ ജഡ്ജാണെങ്കിൽ, ജില്ലാ പോലീസ് സൂപ്രണ്ട് ആണെങ്കിൽ, ജില്ലാ കളക്ടർ ആണെങ്കിൽ, സയന്റിസ്റ്റ് ആണെങ്കിൽ, അങ്ങനെയുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുന്ന ഒരാളുടെ പെരുമാറ്റത്തിൽ ആ പക്വത ഉണ്ടാവില്ലേ? ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള എല്ലാതരം അഡിക്ഷനുള്ള പോരാട്ടം അവനവനെ സംബന്ധിച്ച് ഇമാജിനേഷൻ കുട്ടികളുടെ മനസ്സിൽ വളർത്തുക എന്നതാണ്
അത് ഏത് രീതിയിൽ ഫലം ചെയ്യുമെന്ന് ചോദിച്ചാൽ 10 രൂപ നൽകി സ്വന്തം മക്കളോട് മുറി നിറക്കാൻ ആവശ്യപ്പെട്ട അച്ഛൻ്റെ 2 മക്കൾ, ഒരാൾ ചെയ്തത് 10 രൂപ കയ്യിൽ വെച്ച് പുറത്തിറങ്ങിയപ്പോൾ പാഴ്വസ്തുക്കൾ ഉപേക്ഷിക്കാൻ പോകുന്ന ആളെ കണ്ടുമുട്ടിയപ്പോൾ അയാളിൽ നിന്ന് ആ പാഴ്വസ്തുക്കൾ കളക്ട് ചെയ്ത് സ്വന്തം മുറി നിറച്ച ഒരാളും, അച്ഛൻ നൽകിയ 10 രൂപ ഉപയോഗിച്ച് വിളക്ക് വാങ്ങി ആ വിളക്ക് തെളിച്ച് പ്രകാശം കൊണ്ട് മുറി നിറച്ച 2ാമത്തെ മകനും. നമ്മുടെ മക്കള് പാഴ്വസ്തുക്കൾ കൊണ്ട് മനസ്സ് നിറക്കണമോ അതല്ല പ്രകാശം കൊണ്ട് മനസ്സ് നിറക്കണമോ? പ്രകാശം കൊണ്ട് മനസ്സ് നിറക്കണമെങ്കിൽ അവനെ സംബന്ധിച്ച ഒരു ഇമേജ് മനസ്സിൽ സൃഷ്ടിച്ച് ആ ഇമേജ് എന്ന ദീപത്തിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് മനസ്സ് നിറക്കാൻ സാധിച്ചാൽ പ്രതിരോധിക്കാൻ സാധിക്കും. എനിക്ക് നേടിയെടുക്കാനുള്ളത് മുന്നിലുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ളവനെ കീഴടക്കാൻ പ്രയാസമാണ്. രക്ഷകർത്താക്കൾ ചില ചിന്തിക്കുന്നുണ്ടാവും, ഡോക്ടർമാർ ഉപയോഗിക്കുന്നില്ലേ, MBBS സ്റ്റുഡൻസ് ഉപയോഗിക്കുന്നില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ആരെങ്കിലും. എനിക്കറിയാം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ പരാജയപ്പെടാതെ വളർത്തരുത്. എൻ്റെ വിജയമന്ത്രങ്ങളിൽ ലാർജസ്റ്റ് പ്രിൻസിപ്പിളിലെ G, ഗഡ്സ് ടു അക്സെപ്റ്റ് ഫെയിലറാണ്. കോഴിക്കോട് നിന്ന് 11ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കൗൺസിലിങ്ങിൽ RTO ഓഫീസിലെ ക്ലർക്കായ ആ ഉമ്മ എന്നോട് പറഞ്ഞു, മൂത്ത മകനും അവൻ എന്നോട് ചോദിക്കുന്നു, ആൻസൈറ്റിക്ക് മെഡിസിൻ കഴിച്ചോട്ടെ. റിപ്പീറ്റേഴ്സ് മെഡിക്കൽ ബാച്ചിൽ പഠിക്കുന്ന കുട്ടി ആൻസൈറ്റിക്ക് മെഡിസിൻ കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അവൻ പറയുന്നു അവൻ്റെ ക്ലാസ്സിൽ ഏറെക്കുറെ എല്ലാവരും കഴിക്കുന്നുണ്ട്. മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മോഡൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഉള്ള ആൻസൈറ്റിക്ക് മെഡിസിൻ കഴിക്കുന്ന കുട്ടി MBBS പഠനകാലത്ത് ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്നതിൽ അത്ഭുതമില്ല. നല്ല മാനസികാരോഗ്യത്തോടു കൂടി കുട്ടിയെ വളർത്തുവാൻ, അവനിൽ നല്ല ഇമാജിനേഷനോടുകൂടി അവനെ വളരുവാൻ അനുവദിക്കുമ്പോൾ വെട്ടിയുണ്ടാക്കുന്ന കനാലാണോ വേണ്ടത്? അതല്ല, സ്വാഭാവികമായ ഫ്ലോയിലൂടെ ഏത് പ്രതിബന്ധങ്ങളെയും തകർത്തെറിയാൻ ശേഷിയുള്ള പുഴകളായി മാറുന്ന അരുവികളായ നമ്മുടെ കുട്ടികളെയാണ് വളർത്തേണ്ടത്. ഏതാ വേണ്ടത്? സ്വാഭാവികമായ കരുത്താർജിക്കുന്ന അരുവികൾ പുഴകളായി മാറുന്ന പോലെ നമ്മുടെ കുട്ടികൾ വളരുവാനായിട്ട് ശ്രദ്ധിക്കണം. ഫെയിലർ അത് അക്സെപ്റ്റ് ചെയ്യുവാനും അവൻ്റേതായ ശരിയായ വഴി കണ്ടെത്തി മുന്നോട്ട് പോകുവാനും മനസ്സിനെ കരുത്താർജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അഥവാ ഈ ലോകത്തിലെ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായ കാരണങ്ങളിലൊന്ന് ഫിയർ ഓഫ് ഫെയിലറാണ്. ഇപ്പോൾ ഇവിടെ ഒരു കൊച്ചുകുട്ടി ഇവിടെ വന്നിരിപ്പുണ്ട്. അവൾക്ക് കേവലം 9 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഇപ്പോഴാ കുഞ്ഞിനോട് നമ്മൾ എന്താ പറയുക? എഴുന്നേക്കരുത്, വീഴും. കയറരുത്, വീഴും. ഓടരുത്, വീഴും. തുടരരുത്, പൊള്ളും. ഇങ്ങനെ പറഞ്ഞ് അതിനെ എന്താക്കി മാറ്റും? എന്തിനേയും ഭയമുള്ള ആളായിട്ട് മാറ്റും. അപ്പോൾ കുട്ടികളിൽ അനാവശ്യമായ ഭയം എന്ന വികാരം അമിതമാകുമ്പോഴാണ് ആ ഭയം അവരുടെ പരാജയത്തിന് കാരണമാകുന്നതും അവർ പരാജയഭീതി സ്ട്രെസ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ മറ്റു മാർഗങ്ങൾ ശ്രമിക്കുന്നതും അത് മറ്റു ചിലതിന് ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ പുഷ്ടിപ്പിച്ചെടുക്കാം? ഏറ്റവും പ്രധാനമായി വേണ്ടത് അവരിൽ നല്ല ഇമാജിനേഷൻ, അവനവനെ സംബന്ധിച്ച് നല്ലൊരു ഇമാജിനേഷൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം, ഇമാജിൻ ദാറ്റ് ടുഡേ ഈസ് 2045. നീ നിൻ്റെ മേൽവിലാസം എഴുതി വയ്ക്കൂ. ഇന്ന് എഴുതി വെച്ച് തന്നെ നാളെയും എഴുതണമെന്നില്ല, നാളെ മാറ്റിക്കോട്ടെ. കാരണം നാളെ മാറ്റുന്നത് അവനിൽ പുതിയ അറിവ് വന്നു ചേർന്നുകൊണ്ടാണ്. ഇന്നവൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസർ ആകാനാണെങ്കിൽ നാളെ ഒരു പക്ഷേ അവൻ അതിനും അപ്പുറമുള്ളത് എഴുതി വയ്ക്കും. അവൻ MITയിൽ പ്രൊഫസറാകാൻ എഴുതി വയ്ക്കും. അത് തെറ്റില്ല. തികച്ചും വ്യത്യസ്തമായതും ആയിക്കോട്ടെ, അത് അവനിൽ അറിവ് വന്നു ചേരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നല്ല ഇമാജിനേഷൻ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. നല്ല മാനസികാരോഗ്യം, ഭയമില്ലാതെ, ഫിയർ ഓഫ് ഫെയിലർ ഇല്ലാത്ത മാനസികാരോഗ്യം അവരിലുണ്ടാകട്ടെ. അതിന് വേണ്ടതായ ശ്രമങ്ങൾ, സപ്പോർട്ടുകൾ നമ്മൾ നൽകിയാൽ മതി. അതല്ലാതെ ഡ്രഗ്സിനെ നിയമപരമായി പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം നിയമ സംവിധാനങ്ങൾക്കാണ്. തൃപ്തികരമാണോ? നെക്സ്റ്റ്. സാർ പറഞ്ഞല്ലോ 2008 കാലഘട്ടത്തിലത്തെ ഒരു വിദ്യാഭ്യാസമല്ല നമുക്കിപ്പോൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ആനുകാലിക ഒരു ഇതുള്ള പ്രാധാന്യമുള്ളൊരു കാര്യം ചോദിച്ചു പറയുകയാണ്. ഇപ്പോൾ എല്ലാ മേഖലകളും AI ആ ഒരു സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് തുടർന്ന് നമ്മൾ എന്ത് വിദ്യാഭ്യാസം കൊടുക്കണം, അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം തരുമോ എന്നുള്ളതിനെക്കുറിച്ച്.
ഏറ്റവും കാലിക പ്രസക്തിയായ ഒരു ചോദ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏത് തരം വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ ഒരു കാലഘട്ടത്തെ നേരിട്ട് കണ്ടവരല്ലേ നമ്മൾ? ആ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എവിടെയൊക്കെ ഉണ്ടായിരുന്നു? നാട്ടിൻപുറത്തൊക്കെ കമ്പ്യൂട്ടർ സെൻ്ററുകളായിരുന്നു അല്ലേ? രസകരമായൊരു വസ്തുത, 10ാം ക്ലാസ് തോറ്റവരും കൂടി ഇതിനാ പോവുക കമ്പ്യൂട്ടർ പഠിക്കാൻ. അപ്പോൾ പലരും കരുതിയിട്ടുണ്ട് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് തോറ്റവന് തൊട്ട് ഏറ്റവും നന്നായി പഠിക്കുന്നവന് വരെ പഠിക്കാൻ പറ്റിയ സാധനമാണ്. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആകട്ടെ ഡേറ്റാ സയൻസ് ആകട്ടെ, ഈ രണ്ട് കാര്യങ്ങളും അടിസ്ഥാനപരമായി അതിലേറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായ സാധനം മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്തും ഡേറ്റാ സയൻസിൻ്റെ കാലത്തും ഏറ്റവും ഡിമാൻഡുള്ള വിഷയങ്ങളായി മാറിയ വിഷയങ്ങൾ അത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നതാണ്. അപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇന്ത്യയിൽ അത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മറ്റൊന്ന് രാമാനുജൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ. മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമൊക്കെ നമുക്ക് ഏതെടുക്കാം? സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചുകൾ കഴിഞ്ഞ വർഷം ഒരു പുതിയ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പ്രോഗ്രാമിൻ്റെ പേര് I² എന്നാണ്. ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി എന്നാണ് ഈ I². അതിനകത്ത് ഏറ്റവും സുപ്രധാന പ്രോഗ്രാമാണ് എന്ത്? ഡാറ്റാ സയൻസ്. അതുകൊണ്ട് AI എന്ന് കേട്ടിട്ട് ഏതെങ്കിലും AIയുടെ ഷോർട്ട് കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ കോഴ്സിനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു തന്ത്രമുണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ, പ്രൈവറ്റ് കോളേജുകളുടെ. കോഴ്സിനെ അട്രാക്റ്റീവ് ആക്കുന്ന തന്ത്രം എന്താണ്? അതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ AI എന്ന സാധനം കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ എന്തായി മാറും? എളുപ്പം വിറ്റുപോകും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ വേണ്ടി പോകുന്നവർ ഐദർ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാത്തമാറ്റിക്സ് ഓർ ഡേറ്റാ സയൻസ് ഏറ്റവും ആഴത്തിൽ പഠിക്കാൻ സാധിക്കുന്നവർ മാത്രമേ അതിന് പോകാവൂ. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുട്ടികളെ ഡാറ്റാ സയൻസ് പഠിക്കുവാനോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും, ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ഡാറ്റാ സയൻസോ ഓപ്റ്റ് ചെയ്ത് പോയിക്കോളൂ. ഇന്നത്തെ കാലത്ത് ഭയങ്കരമായ ഡിമാൻഡ് ഉള്ള വിഷയങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷെ പഠിക്കുവാൻ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറവാണ് എന്നതാണ് ആ വിഷയങ്ങളുടെ ഒരു പ്രധാനമായ പോരായ്മ. ലോകത്തിൽ കമ്പ്യൂട്ടർ സയൻസ് വന്നുകൊണ്ട് തൊഴിൽ സാധ്യതകൾ ഇല്ലാതായോ? ചില തൊഴിലുകൾ ഇല്ലാതാവും, പക്ഷേ പലതും പുതുത് വരും. ലോകത്ത് ഇന്നുള്ള തൊഴിലവസരങ്ങളിൽ 30% മാത്രമേ അവശേഷിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്നുള്ള 30% അവശേഷിക്കുള്ളൂ, പലതും ഇല്ലാതാവും. അതുകൊണ്ട് ഒരിക്കലും അത് ജോലി ഇല്ലാതാക്കും എന്ന് ഉള്ള വിഷയം ഉണ്ടാവില്ല. പിന്നെ കുറേ നിയന്ത്രണങ്ങളും വിഷയങ്ങളൊക്കെ പിന്നീട് വേണ്ടി വരും പല കാര്യങ്ങളിലും. അതൊക്കെ ആ കാലഘട്ടത്തിൽ അതിനനുസരിച്ചിട്ട് വരുന്നു മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും ഭീതിയോടുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സമീപിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം, നമുക്കിതിൽ മുന്നേറണ്ടേ? നമുക്കിതിൽ മുന്നേറണമെങ്കിൽ നമ്മൾ വളരെ വേഗത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനനുസരിച്ചിട്ട് മുന്നേറിയേ പറ്റുള്ളൂ. എന്തായാലും IITകളും IIScയും ഐസറുകളും ഒക്കെ ഈ മേഖലയിലുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും മുന്നിലാണെന്നൊന്നും ഇപ്പോൾ അവകാശപ്പെടാൻ വേണ്ടി പറ്റില്ല, പക്ഷേ പിറകിലായി പോകില്ല എന്നുള്ളതാണ് വിശ്വാസം. സാർ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഡിജിറ്റൽ അഡിക്ഷൻ, നോ പറയുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഇതിൻ്റെ അത് നോ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനടുത്ത് വരുന്ന പല ഗെയിമുകളും ഒരിക്കൽ കുട്ടികൾ കളിച്ചാൽ അതിനെ സംഘം ചേർന്ന് അതിനകത്തേക്ക് പെടുത്തി പോകുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇതിനോട് ആബ്സല്യൂട്ട് നോ എന്ന് പറയാൻ വരുന്നത്. കാരണം ഈ ഗെയിമുകളുടെ ഒന്നും ഉദ്ദേശം എൻ്റർടൈൻമെൻ്റ് അല്ല. ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ സാധിക്കണമെങ്കിൽ ഏറ്റവും ലളിതമായ മാർഗം ഇന്ത്യൻ യൂത്തിനെ വഴിതെറ്റിക്കുക എന്ന് പറയുന്നതാണ്. ഏറ്റവും എളുപ്പം സാധിക്കുന്നതാണ് ഏതിലൂടെ? ഈ ഡിജിറ്റൽ ഗെയിമിൻ്റെ അഡിക്ഷനിലൂടെ. അതിലേക്ക് കടന്നു പോയാൽ, അത് ഇപ്പം ഗെയിമുകൾ മാത്രമല്ല, മ്യൂസിക് ബാൻഡിൻ്റെ അഡിക്ഷനുണ്ട്. അപ്പോൾ ആ കുട്ടികളിൽ അതുണ്ടാക്കുന്ന, അതായത് ഒരു തരത്തിലുള്ള സ്വാഭാവികമായ പെരുമാറ്റവും ഇല്ലാത്ത വിധം
അവരെ മാറ്റുന്നുണ്ടെങ്കിൽ അത് തീവ്രമായ അഡിക്ഷൻ തന്നെയല്ലേ? അതുകൊണ്ടാണ് ആബ്സല്യൂട്ട് നോ എന്ന് ആ കാര്യത്തിൽ പറയുന്നത്. ആബ്സല്യൂട്ട് നോ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് അത് വേണ്ട വിധം അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് മനസ്സിലാക്കിക്കുക മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും കൂടി ഒരു നിയന്ത്രണം ഈ പ്രായത്തിൽ ആവശ്യമാണ് എന്നതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റോ ശരിയോ ചെയ്യും മുമ്പ് തിരിച്ചറിയാനുള്ള പ്രായമാകും വരെ അതിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്തുന്നതാണ്. എന്തിനു വേണ്ടി ആ നിയന്ത്രണം വയ്ക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ട ഇമാജിനേഷൻ നാളെ റിയാലിറ്റിയായി മാറാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സാക്രിഫൈസ്, കോംപ്രമൈസ് ആയിട്ട് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. കുട്ടികളെ ത്യജിക്കൽ ഒരിക്കലെങ്കിലും ശീലിപ്പിച്ചവരുണ്ടോ രക്ഷകർത്താക്കളിൽ? കേട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയായ നേതാവായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ അകാല നിര്യാണത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ എന്നും ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂർ നിവേദിച്ച പാൽപ്പായസം പിന്നീട് ഉപേക്ഷിച്ചു എന്നാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി കല്യാണിക്കുട്ടിയമ്മ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കദളിപ്പഴവും അദ്ദേഹം ഉപേക്ഷിച്ചു എന്നാണ്. 2 ത്യജിക്കലുകളിലൂടെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട 2 ആൾക്കാരെ എന്നും ഓർത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി ചില ഇഷ്ടങ്ങൾ ത്യജിക്കാൻ കൂടി ശീലിപ്പിച്ചൂടെ? ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നതിലൂടെ അല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അഡ്മിഷൻ കിട്ടുക എന്നത് കുട്ടികൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇൻസ്റ്റാഗ്രാമിൽ റീൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് വരെ ഒരാൾക്കും ഇന്ത്യയുടെ IIT-കളിൽ പ്രവേശനം സാധ്യമായിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാൾക്കും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോ ജിപ്മറിലോ FMCയിലോ MBBS പ്രവേശനം സാധ്യമായിട്ടില്ല. അത് മനസ്സിലാക്കണം. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്താൽ ധാരാളം ഫോളോവേഴ്സിനെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ചിലപ്പോൾ അതിലൂടെ അത് മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വരുമാനം കിട്ടുമായിരിക്കും. ആ ആയിരങ്ങളോ ലക്ഷങ്ങളോ വലിയ തുകയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ കുട്ടികളിൽ ഏറ്റവും ഹയസ്റ്റ് സാലറി ജോലി കിട്ടിയപ്പോൾ ലഭിച്ച ആളുടെ പേര് അഭിജിത്ത് അശോക് എന്നാണ്. അയാൾ പഠിച്ചത് മാത്തമെറ്റിക്സ് ആണ്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സയൻസിൽ ഇൻ്റഗ്രേറ്റഡ് MSc മാത്തമെറ്റിക്സ് ആണ്. അത് കഴിഞ്ഞ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡേറ്റാ സയൻസിൽ MS ആണ്. അഭിജിത്ത് അശോകിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി മൈക്രോസോഫ്റ്റിൽ 2 കോടി രൂപയായിരുന്നു. 2019 ഡേറ്റാ സയൻസ് കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അഭിജിത്ത് അശോകും ശ്രീറാം വെങ്കിട്ടരാമൻ പബ്ലിക് ഹെൽത്തിൽ MS എടുത്ത് അവിടുന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ ഫോട്ടോ അന്നത്തെ പത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അന്ന് മലയാള മനോരമ അതിന് നൽകിയ തലക്കെട്ട് മുണ്ടുടുത്ത് മലയാളം പറഞ്ഞ് ഹാർവാർഡിൽ എന്നാണ്. കോൺവൊക്കേഷൻ സെറമണിയിൽ പ്ലഡ്ജ് മലയാളത്തിൽ, വേഷം മുണ്ടും ജുബയും, അങ്ങനെ 2 പേരുടെയും പടം കൊടുത്ത് അന്ന് മനോരമ എഴുതിയിട്ടുണ്ട് 2 കോടി രൂപയാണ് അഭിജിത്ത് അശോകൻ്റെ സാലറി. 2 കോടി രൂപയൊന്നും റീൽസിലൂടെ കിട്ടിയവന്മാരൊന്നും കാണില്ല. ഇപ്പോൾ ചിലപ്പോൾ വിഷമം ഉണ്ടാകും. കാരണം ബാക്കി എല്ലാവരും BTSൻ്റെ ആരാധകരായിരിക്കും, അല്ലെങ്കിൽ PUBGയുടെ പുതിയ വേർഷൻ കളിക്കുന്നവരായിരിക്കും. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ പഴഞ്ചൻ ആണ് എന്നൊക്കെ ചിലപ്പോൾ അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ തന്ത വൈബുള്ളവനാണ് എന്നൊക്കെ കുട്ടികൾ ആക്ഷേപിക്കപ്പെടുന്നുണ്ടാവും. അതൊന്നുമല്ല കാര്യം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ മതി. നിങ്ങൾക്കതിലെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ടേക്ക് ദം ടു ഇൻസ്പയർ മിൽക്കിൻ്റെ ഭാഗമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. മിൽക്ക് എന്ന് പറഞ്ഞാൽ മെൻറ്ററിങ്, ഐഡൻറ്റിഫൈങ്, ലീഡിങ് ടു കരിയർ. അതാണ് മിൽക്ക്. മിൽക്കിന് 3 കോമ്പണൻസ് ഉണ്ട്. കോമ്പണൻറ്റ് നമ്പർ 1 ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. സമയം ബുക്ക് ചെയ്ത് ഓഫീസിൽ വന്നാൽ 1-1.5 മണിക്കൂർ സംസാരിക്കും, കണ്ടുപിടിക്കാം എന്താണ് ഉള്ളിലുള്ളത് എന്ന്. കോമ്പണൻറ്റ് നമ്പർ 2 സ്കൂളുകളിൽ നൽകുന്ന സ്പീച്ച്. 3ാമത്തെ കോമ്പണൻറ്റ് പബ്ലിക് സ്പീച്ചാണ്. പാഠ്യേതര വിഷയങ്ങൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ തന്നെ കഥകളി ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല ഡാൻസേഴ്സ് ഉണ്ട്, നല്ല പാട്ടുകാരുണ്ട്. അവരോടൊക്കെ അവരുടെ ആ പ്രവർത്തനങ്ങൾ കഴിയും വിധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയാറ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിൻ്റെ ഇടവേളകളിൽ അവരുടെ എൻ്റർടൈൻമെൻറ്റിന് അത് വളരെ വലിയ പ്രാധാന്യമുണ്ട്.
അതുപോലെ തന്നെയാണ് അവരുടെ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും. ഏതെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലറായിട്ട് വരുന്നുണ്ടോ അതിൽ അവർക്ക് താല്പര്യമുള്ളവയെ സജീവമായിട്ട് കൊണ്ടുപോവുക. അത് അവരുടെ ലേണിങ്ങിലുള്ള ഫോക്കസിനെ ഡിസ്ട്രാക്ഷൻ ചെയ്യില്ല, അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക മാത്രമേ ഉള്ളൂ. അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. അതേസമയം തന്നെ നമ്മുടെ മെയിൻ ഫോക്കസ് എന്താണെന്നുള്ളത് നിശ്ചയമുണ്ടാവുകയും വേണം. എന്നാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഹൈലി ഫോക്കസ്ഡ് ആകേണ്ടി വരും. ഏത് ഘട്ടങ്ങളിൽ? ഉദാഹരണത്തിന് ഒരാൾ മെഡിക്കൽ PG എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. മെഡിക്കൽ PG എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അയാൾക്ക് ജീവിതത്തിൽ ഒരു കാര്യവും വേറെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രമാത്രം സമയത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായി വരും. ഇതിൽ ആ ഒരു കാര്യത്തിന് സമാനമായ സാഹചര്യം UG തലത്തിൽ എപ്പോഴാണ് വരുന്നത്? ഒരു കുട്ടി IIT അഡ്വാൻസ്ഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ, IIT അഡ്വാൻസ്ഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ 23 IITകളിലെ 16,000-ഓളം സീറ്റുകൾക്ക് വേണ്ടി 20 ലക്ഷത്തോളം കുട്ടികളിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന 2 ലക്ഷം പേര് മത്സരിക്കുമ്പോൾ ആ മത്സരത്തിൽ നമ്മൾ ഹൈലി ഫോക്കസ്ഡ് ആകേണ്ടി വരും. അത്തരം അവസരങ്ങളിൽ മാറ്റി നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അവയെ ഒഴിവാക്കാൻ പാടില്ല. ഗുണകരമായി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയെ വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ദേഷ്യം പോലെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയാറ്. ദേഷ്യം നല്ലൊരു ഉപകരണമല്ലേ? ആവശ്യത്തിന് ഉപയോഗിക്കുകയും ആവശ്യം കഴിയുമ്പോൾ പോക്കറ്റിൽ സൂക്ഷിക്കാനും പഠിക്കണം. എപ്പോഴും എടുത്ത് പ്രയോഗിക്കാനുള്ള സാധനമല്ല. കുട്ടി ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റിൽ താല്പര്യം കാണിക്കുകയും കൺഫ്യൂസ്ഡ് ആയി പോവുകയും ചെയ്യുമ്പോൾ പാരന്റ് എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺഫ്യൂഷൻ തീർക്കണം. ഇവിടെ വിഷയം ഒന്നിലധികം വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ എന്ന് പറയുന്നതാണ്. കുട്ടിക്ക് ലാംഗ്വേജസിലും നല്ല താല്പര്യമാണ്, സയൻസിലും നല്ല താല്പര്യമാണ്. ഓക്കെ, ഒരാൾക്ക് ലാംഗ്വേജിൽ നല്ല താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് ഞാൻ പറയും നല്ല ലാംഗ്വേജ് താല്പര്യമുള്ള കുട്ടി നല്ല ലോജിക്കലും കൂടി ബ്രില്യൻ്റ് ആയ കുട്ടിയായിരിക്കാൻ സാധ്യതയുണ്ട്. സയൻസ് പഠിക്കുവാനുള്ള ഇൻട്രസ്റ്റ് അത് ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ആ സയൻസ് എന്നുള്ളത് എന്തിലാണ് കുട്ടി ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടെ വിശദമായി പരിശോധിക്കുക. വികലമായ ധാരണ കാരണം ഹയർ സെക്കൻഡറിയിൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നവർ വരെ ഉണ്ട്. ഈ ബയോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബയോളജി എന്ന് പറഞ്ഞാൽ അത് കെമിസ്ട്രിയാണ്. നിങ്ങൾക്ക് കെമിസ്ട്രി അറിയാമെങ്കിലേ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? ബയോളജി പഠിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ചിലതൊന്നും സമ്മതിച്ചെന്ന് വരില്ല, പക്ഷേ സമ്മതിക്കാതിരുന്നിട്ട് കാര്യമില്ല. ബയോളജി എന്ന് പറയുന്നത് എന്താണ്? കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതെന്താ? അത് ഫിസിക്സാണ്. ഫിസിക്സ് അറിയാത്ത ഒരാൾക്കും കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി പറ്റില്ല. ഫിസിക്സ് ആണ് എന്ത്? കെമിസ്ട്രി. മനസ്സിലായോ? എനിക്ക് നന്നായി ഫിസിക്സ് അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്തെടുത്തു? കെമിസ്ട്രി എടുത്തു. എനിക്ക് കെമിസ്ട്രി നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്തെടുത്ത്? ബയോളജി എടുത്തു. മാത്തമാറ്റിക്സ് എന്ന ലാംഗ്വേജ് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നന്നായി ഫിസിക്സ് പഠിച്ചു. നന്നായി ഫിസിക്സ് പഠിച്ചതുകൊണ്ട് നന്നായി കെമിസ്ട്രി മനസ്സിലായി. നന്നായി കെമിസ്ട്രി അറിയാവുന്നതുകൊണ്ട് ബയോളജി മനസ്സിലായി. ഈ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഏറ്റവും സുപ്രധാനമായ വ്യത്യാസം 2006-നും 2014-നും ഇടയിൽ രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ പ്രവേശനം UG തലത്തിലേക്ക് ആരംഭിച്ചു എന്നതാണ്. നാം പഠിക്കുന്ന കാലത്തും ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ടായിരുന്നു. നാം പഠിക്കുന്ന കാലത്തും കൽക്കട്ടി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ അഹമ്മദാബാദും കൽക്കട്ടയും ബാംഗ്ലൂരും ലക്നൌവിലും കാലിക്കറ്റിലും ഉണ്ടായിരുന്നു. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനുകൾ ഉണ്ടായിരുന്നു. നാം പഠിക്കുന്ന കാലത്ത് തന്നെ കേരളത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി 1974 ആരംഭിച്ചിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ സാധ്യമാകുമായിരുന്നോ? കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലും അവരുടെ അഡ്മിഷൻ UG തലത്തിലേക്ക് ആരംഭിച്ചത് 2011 ശേഷമാണ്. ഇന്ന് പക്ഷെ ലഭ്യമായ എല്ലാ അവസരങ്ങളും രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഡ്മിഷൻ ഗ്രാജുവേഷൻ തലത്തിലോട്ട് ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവസരങ്ങളെല്ലാം 12ാം ക്ലാസ് കഴിയുമ്പോൾ തുറന്നു കിട്ടും. ഈച്ച് വൺ ഈസ് എസെൻഷ്യലി ഡിവൈൻ. എന്തെല്ലാം വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പ്രോത്സാഹനങ്ങളും പരിശീലനങ്ങളും നൽകി അതിലെ ഏറ്റവും മികച്ചത് നേടിയെടുക്കുവാനുള്ള അവസരം 17ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് കൈവരുമ്പോൾ
അതിനെ ഉപയോഗിക്കുവാനുള്ള 5-6 വർഷക്കാലമാണ്. ഏജ് 12, 13, 14, 15, 16, 17. 6 വർഷക്കാലം അല്ലെങ്കിൽ 7 വർഷക്കാലം. ആ 7 വർഷക്കാലം കൊണ്ട് നമ്മുടെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന കഴിവും അറിവുമാണ് 17ാമത്തെ വയസ്സിൽ അവർ ഏത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. കുട്ടികളെ സംബന്ധിച്ച് വിഷയമേത് എന്നതല്ല പ്രധാനം, വിഷയമേതായാലും കോളേജിൽ നിന്നായാൽ മതി എന്ന് ഇൻസ്പയറിൻ്റെ ചുമരുകളിൽ എഴുതി വെക്കപ്പെട്ട ഏക മലയാളം സ്റ്റേറ്റ്മെൻറ്റ് അത് മാത്രമാണ്. ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ്. ഏത് വിഷയമാകട്ടെ, ഇഷ്ടമുള്ള വിഷയം പഠിക്കട്ടെ. ഫാഷൻ ഡിസൈൻ പഠിക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ. ഫുഡ്വെയർ ഡിസൈൻ പഠിക്കാം ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. മാത്തമാറ്റിക്സ് പഠിക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലോ, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസിലോ. സയൻസ് പഠിക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലോ. അതുകൊണ്ട് ഏത് വിഷയമാകട്ടെ, ആ വിഷയം പഠിക്കുവാനുള്ള ഏറ്റവും മികച്ച സ്ഥാപനത്തിലോട്ട് കുട്ടിക്ക് പ്രവേശനം സാധിക്കുക എന്നതാണ് പ്രധാനം. ആ അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ രക്ഷാകർത്താക്കളെ, കാരണം വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒഴുക്ക്, ആ ഒഴുക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഏജൻസികളുമുള്ള ഈ നാട്ടിൽ വിദേശ വിദ്യാഭ്യാസത്തെ നിഷേധിക്കുന്ന ആളല്ല ഞാൻ പറയുന്നത് പഠനത്തിന് വിദേശത്ത് പോകണം എന്ന് തന്നെയാണ്. പക്ഷെ പോകേണ്ടുന്ന സമയം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇനിയുള്ള 5 വർഷക്കാലം PhD ചെയ്യാൻ വേണ്ടി പോകേണ്ടത് സായിപ്പിൻ്റെ പൈസ കൊണ്ടാവണം. 1 കോടി രൂപ, 1.5 കോടി രൂപ, 2 കോടി രൂപ, 3 കോടി രൂപയൊക്കെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വാർത്തകൾ ഞാൻ പത്രങ്ങളിൽ കാണുമ്പോൾ രക്ഷകർത്താക്കൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. നിരവധി. അതുപോലുള്ള സ്കോളർഷിപ്പ് നേടിയാകണം പോകേണ്ടത്. നമ്മുടെ പൈസ വിദേശ യൂണിവേഴ്സിറ്റികളുടെ നിലനിൽപ്പിനായി കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടിയല്ല നാം ഉന്നത വിദ്യാഭ്യാസത്തിന് പോകേണ്ടത്. ചൈനയടക്കമുള്ള രാജ്യങ്ങൾ വിദേശ വിദ്യാർത്ഥികളെ വിളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച 10 യൂണിവേഴ്സിറ്റിയിലൊന്നായ ബീജിംഗ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തരാൻ വേണ്ടിയല്ല. അവരുടെ ഏറ്റവും നിലവാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുവാൻ വേണ്ടിയാണ് അവർ വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. 200 വർഷങ്ങൾ നേടുന്ന കൊളോണിയൻ ഭരണകാലത്ത് കടത്തിക്കൊണ്ടുപോയ ഭാരതത്തിൻ്റെ സ്വത്തുക്കൾ ഇന്ത്യയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും വിധം നിങ്ങൾ സ്കോളർഷിപ്പുകൾ ഉപയോഗിച്ച് പഠിച്ച് ഇന്ത്യയിലോട്ട് തിരിച്ചു വരിക. എന്തുകൊണ്ടാണ് പലരും വിദേശ വിദ്യാഭ്യാസത്തിന് ഗ്രാജുവേഷൻ ലെവലിൽ ചിന്തിക്കുന്നത്? ചിലർ പറയും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ത്യയിൽ ഇല്ല എന്ന്. തെറ്റാണ്. നിങ്ങൾ പറയൂ വിഷയം ഏതാണെന്ന്. ആ വിഷയം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കുവാനുള്ള ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട് എന്ന് ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 12ാം ക്ലാസ് കഴിയുമ്പോൾ ഏത് വിഷയമാണ് കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ആ വിഷയം പഠിക്കുവാനുള്ള ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട് എന്ന സത്യം വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കുട്ടിയെ എത്തിക്കുവാനായിട്ട് എന്തു വേണം? എന്താണ് ഏജ് 12നും ക്ലാസ് 12നും ഇടയിൽ വേണ്ടത്? ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് അത് എഡ്യൂക്കേഷനാണ്. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ എക്കണോമിക് ടൂൾ അത് എഡ്യൂക്കേഷനാണ്. ആ ഏറ്റവും പവർഫുള്ളായ എഡ്യൂക്കേഷന് വേണ്ടി ഏജ് 12നും ക്ലാസ് 12നും ഇടയിൽ ആ എഡ്യൂക്കേഷന് ഹയസ്റ്റ് പ്രയോറിറ്റി നൽകാൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് എന്ന കാറ്റഗറിയിലോട്ട് പെടും. ഏജ് 12നും ക്ലാസ് 12നും ഇടയിൽ നിക്ഷേപം നടത്തിയാൽ കിട്ടുന്നതിനേക്കാൾ മികച്ച റിട്ടേൺസ് മറ്റൊരു കാലഘട്ടത്തിലെ റിട്ടേൺസിനും ലഭിക്കില്ല എന്നുകൂടി മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ IIT-കളിലെ മാത്രം ഉദാഹരണം എടുത്ത് ഞാൻ പറയാം. IIT-കളിൽ നിന്ന് BTech കഴിഞ്ഞിറങ്ങുന്നവർക്കാണോ, IIT-കളിൽ നിന്ന് MTech കഴിഞ്ഞിറങ്ങുന്നവർക്കാണോ, IIT-കളിൽ നിന്ന് PhD കഴിഞ്ഞിറങ്ങുന്നവർക്കാണോ ഹയസ്റ്റ് റെമ്യൂണറേഷൻ ഈ ലോകത്ത് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം BTech-കാർക്കാണ്. MTech അല്ലേ വലിയ യോഗ്യത? അതിലും വലിയ യോഗ്യതയല്ലേ PhD? പക്ഷേ ഏറ്റവും പ്രതിഭാശാലിയായ കുട്ടി IIT-യിലോട്ട് BTech-ന് പ്രവേശനം നേടി വരും. BTech-ന് പ്രവേശനം നേടാൻ സാധിക്കാത്തവരാണ് IIT-കളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ BTech കഴിഞ്ഞിട്ട് ഏതിന് വരിക? MTech-ന് വരിക. BTech-നും MTech-നും എത്താൻ സാധിക്കാത്തവരാണ് PhD-ക്ക് വേണ്ടി IIT-ൽ വരിക. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺസ് നമുക്ക് സാധ്യമാകുന്നത് ഏതിലൂടെയാണ്? ഏജ് 12നും ക്ലാസ് 12നും ഇടയിലാണ്. ആ ഏജ് 12നും ക്ലാസ് 12നും ഇടയിൽ എഡ്യൂക്കേഷന് ഹയസ്റ്റ് പ്രയോറിറ്റി, അമ്മ പാലൂട്ട നൽകിയ പ്രയോറിറ്റി നൽകാൻ ഇവിടെയുള്ള ഓരോ അമ്മമാർക്കും രക്ഷകർത്താക്കൾക്കും അച്ഛന്മാർക്കും സാധിക്കട്ടെ എന്ന്